മനമേ യേശുവിൻ ചാരേ എത്തിടാൻ ഇത്ര സന്ദേഹം. ഇന്ന് നമ്മളൊരു കാലഘട്ടത്തിന് അവസാനം കുറിക്കുകയാണ്. ഒരു ആരാധനക്രമത്തിൻ്റെ അവസാന നാൾ. നാളെ പുതിയൊരു ആരാധനക്രമത്തിൻ്റെ നാൾ തുടങ്ങുകയാണ്, ആഗമനകാലം. യേശുവിന് ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ അവസാനത്തെ ദിവസം നമ്മളോട് പറയുന്നത്: നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. ഈ ഒറ്റൊരു ഉപദേശം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് യേശു 2-3 കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ സുഖലോലുപതയിലും മദ്യാസക്തിയിലും ജീവിത വ്യഗ്രതയിലൊന്നും പെടരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതാണ് യേശുവിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉപദേശവും പുതിയൊരു കാലഘട്ടത്തിലേക്കുള്ള ആവശ്യവും. എന്താണ് ഇതിൻ്റെ ആവശ്യം? ആഗമനകാലം ഉണ്ണീശോയുടെ കൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പുൽക്കൂടെടുത്ത് നോക്കിയേ. അതിനകത്ത് പരിശുദ്ധ കന്യകാമറിയുണ്ട്, യൗസേപ്പ് പിതാവുണ്ട്, ആട്ടിടയന്മാരുണ്ട്, മാലാഖയുണ്ട്, കുറേ ആടുകളുണ്ട്, കാലികളുണ്ട്. എന്നാൽ അവിടെ നമ്മളുണ്ടോ? ഈ ആഗമനകാലം നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ എന്താണെന്നറിയോ? പ്രാർത്ഥിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ കൂടെ ആയിരിക്കുക. പ്രാർത്ഥന എന്ന വാക്കിന് അർത്ഥം തന്നെ അതാണല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കുക, ഈ പുൽക്കൂട്ടിൽ എൻ്റെ കൂടെ ആയിരിക്കുക, എൻ്റെ അടുത്തായിരിക്കുക. അതാണ് യേശുവിൻ്റെ ആവശ്യം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മളെ യേശു നോക്കിക്കൊള്ളണം എന്നുള്ള സ്പിരിച്വാലിറ്റിനെ വിടണം. പുതിയൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മളെത്തണം. ഇനി നമ്മൾ യേശുവിനെ നോക്കിക്കൊള്ളണം, അവൻ്റെ അടുത്തായിരിക്കണം, അവൻ്റെ കൂടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, നമ്മൾ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്നേഹമുള്ളവരെ, ഇനിയൊരു ആഗമനത്തിൻ്റെ വളരെ മനോഹരമായ ഒരു നാളുകൾ നമുക്ക് തുടങ്ങുകയാണ്. ഒരു പുതിയ തുടക്കമാകട്ടെ. എല്ലാം അവസാനിച്ചത് കണ്ണും പൂട്ടി അങ്ങ് മറന്നു കളയുക. ഒരു കുമ്പസാരത്തിലൂടെ പുതിയൊരു തുടക്കമാകട്ടെ ഈ ഒരു നല്ല നാളുകൾ. അങ്ങനെ ഈ ആഗമനകാലത്തിൽ കുറേ പുണ്യങ്ങൾ ചെയ്ത് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ, ഉണ്ണീശോയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ ചെയ്ത നന്മകൾ നീ മറന്നോ? അവനേറ്റ പാടുകൾ നീ നിനച്ചോ? അവൻ ചെയ്ത നന്മകൾ നീ മറന്നോ? അവനേറ്റ പാടുകൾ നീ നിനച്ചോ? കാൽവരിക്കുന്നിൽ നിൻ പാപങ്ങൾക്കായി രക്തം ചൊരിഞ്ഞത് നീ മറന്നോ? രക്തം ചൊരിഞ്ഞത് നീ മറന്നോ? എന്തേ എൻ മനമേ യേശുവിൻ ചാരേ എത്തിടാൻ ഇത്ര സന്ദേഹം? ലോകമോഹത്തിൽ നീ ഭ്രമിച്ചോ? ധനമാണു വലുതെന്ന് നീ ധരിച്ചോ? ഈ ലോകമോഹത്തിൽ നീ ഭ്രമിച്ചോ? ധനമാണു വലുതെന്ന് നീ ധരിച്ചോ? ഞൊടിയിടയിൽ തീർന്നിടും ഇഹലോക ജീവിതം മായയാണെന്നത് നീ മറന്നോ? മായയാണെന്നത് നീ മറന്നോ? എന്തേ എൻ മനമേ യേശുവിൻ ചാരേ എത്തിടാൻ ഇത്ര സന്ദേഹം? എന്തേ എൻ മനമേ യേശുവിൻ ചാരേ എത്തിടാൻ ഇത്ര സന്ദേഹം?